ഹരിയും രോഹിത്തും ഇപ്പോൾ ഒരുമിച്ച് ഒരേ വീട്ടിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്ക് ഇപ്പോൾ നല്ല സൗകര്യമായിട്ടോ. നേരത്തെ ആണെങ്കിലോ ഒന്ന് മിണ്ടാനും അവർ തമ്മിൽ കാണാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ. ഓരോ വൃത്തിയോട് ഒപ്പിക്കാൻ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേടിക്കേണ്ടി വന്നിരുന്നല്ലോ. ഇപ്പൊ എന്തായാലും അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഹരി വന്ന് രോഹിത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഹോ ഇപ്പോഴാ ഒരു സമാധാനമായത്. ഇവിടെ ആകുമ്പം നിന്റെ അച്ഛനൊന്നും പേടിക്കണ്ടല്ലോ. അവിടെ വരുമ്പോ എന്തായിരുന്നു പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല. ഇപ്പൊ സമാധാനമായി. രോഹിത് പറയാണ്, അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനമില്ല, വല്ലാത്ത മനസ്സിന് വേദന. അലീനനെ പൊക്കി പിടിച്ച് നടക്കുക അച്ഛൻ ഇപ്പോഴും. അച്ഛൻ്റെ മോളാണ് പോലും. ഏത് മോള്? ഞങ്ങൾക്കൊന്നും ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് അറിയത്തുകൂടിയില്ല. രോഹിത് പറയാണ്, എടാ അങ്ങേര് പറഞ്ഞത് സത്യം തന്നെയാണോ? അതയാളുടെ മോള് തന്നെയാണോ? ഇനിയിപ്പോ നിനക്കത് രണ്ടാനമ്മയായിട്ട് വരുമോ? ചേ അതൊന്നും അല്ലടാ. എന്തായാലും അച്ഛൻ പറഞ്ഞത് സത്യമാണെന്നാ തോന്നുന്നത്. അവള് മകളാന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്റെ പെങ്ങളായിട്ട് വരുമല്ലേടാ. പെങ്ങള് മിണ്ടി പോരുന്നീ. അവളെ പെങ്ങളാക്കാൻ പോന്നോ? അവളെ ഏത് നിമിഷം വേണേലും കൊല്ലും ഞാൻ. അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്ക് അവളോട്. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമാണ് ഞങ്ങളുടെ. അവള് വരുന്നതിന് കുറച്ച് മുമ്പ് വരെ എന്ത് സന്തോഷമായിരുന്നു. അച്ഛനമ്മയും എപ്പോഴും അടിയും പിണക്കവും ഒക്കെ ആണെങ്കിലും എന്തൊരു സ്നേഹവും സന്തോഷവും ഒക്കെ ആയിരുന്നു. എല്ലാം അവൾ ഒറ്റ വ്യക്തികാരം നശിപ്പിച്ചു. എൻ്റെ അമ്മ ഇപ്പോൾ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുക. അതുപോലെ ഇപ്പോൾ കൃഷ്ണയാണെങ്കിലോ അവളുടെ കൂടെയാ. ഞങ്ങളും ഇപ്പൊ ഇവിടെ വന്ന് താമസിക്കല്ലേ. എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റ ഒരുത്തിയാ. അതൊക്കെ നീ വിട്ടുകളയടാ. അവളെ നമ്മളുടെ കയ്യിൽ വന്ന് വീഴും. വീഴാതെ എവിടെ പോവാനാ? എന്തായാലും നിന്റെ അമ്മേനെ ഇങ്ങോട്ടാണല്ലോ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നത്. അതിനി അച്ഛൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. അച്ഛൻ മിക്കവാറും വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുമായിരിക്കും. ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരിക്കലും അച്ഛൻ സമ്മതിക്കില്ല. നോക്കാടാ, നിന്റെ അമ്മേനോട് ഇവിടെ കൊണ്ടുവന്നാലേ നമുക്കെല്ലാവരും കൂടി അടിച്ചു പൊളിച്ചൂടെ കഴിയാം. ഒന്നും ശരിയാവില്ലടാ. ഞാൻ ചിന്തിക്കുന്ന ഇപ്പോൾ അമ്മയും കൊണ്ട് വേറെ വീട്ടിലേക്ക് മാറിയാലോ എന്നാ. എടാ നിന്റെ അമ്മയ്ക്കിപ്പോൾ ജോലിയില്ല, അത് നിനക്കറിയാലോ. നീ പഠിച്ചുകൊണ്ടിരിക്കാം ബബിതേ. പിന്നെ നിങ്ങളിപ്പോൾ വേറെ വീടെടുത്താൽ എങ്ങനെ താമസിക്കുന്ന? അതിനെന്താടാ, അതിനല്ലേ അമ്മയുടെ ആങ്ങളമാരൊക്കെ ഉള്ളത്. പിന്നെ ഈ തറവാട്ടിലെ ഒരു വിഹിതവും അമ്മയ്ക്കുള്ളതല്ലേ. പിന്നെ സമ്പത്തിലാണോ ഞങ്ങൾ പിന്നിലോട്ട്? അമ്മയുടെ അക്കൗണ്ടിലൊക്കെ ഇഷ്ടം പോലെ ക്യാഷാ. അതൊക്കെ ശരിയാടാ, എങ്കിലും ഒരു ജോലിയൊക്കെ വേണ്ടതല്ലേ. അമ്മ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോൾ നീയും ബബിതയും നിന്റെ അമ്മയും കൊണ്ട് പോകുന്നത് ശരിയാണോ? വലിയവരാരെങ്കിലും വേണ്ടേ? അവരെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? അത് സാരയില്ല, മുത്തശ്ശി ഇപ്പോൾ നടക്കാറായില്ലേ. ഞങ്ങൾ മുത്തശ്ശിയെ കൊണ്ടുപോകും. അതുപോലെ തന്നെ ഒരു ഹോം നേഴ്സിനെ വെക്കും എന്ന് പറയുന്നുണ്ട്. ഒരു ഹോം നേഴ്സ് വന്നതിൻ്റെ പണി ഇതുവരെ തീർന്നില്ല. അപ്പോഴാണോ നീ അടുത്ത ഹോം നേഴ്സിനെ എഴുന്നള്ളിക്കാൻ പോണത്? നോക്കട്ടെ, എന്തേലൊക്കെ വരട്ടെ. ആകെപ്പാടെ തല പിരിക്കുന്നു. അങ്ങനാണേലേ നമുക്ക് പുറത്തു പോയി രണ്ടെണ്ണം അടിച്ചാലോ? അടിക്കാനോ? അയ്യോ ഞാനൊന്നുമില്ല. അടിച്ച് തിരിച്ചു കയറി വന്നാൽ ഇവിടെ എല്ലാവരും അറിയില്ലേ. എടാ ഞാനിതൊക്കെ സ്ഥിരം ചെയ്യാറുള്ളതാ. ഇവിടെ ആരും കാണില്ല. അച്ഛനാണല്ലോ എപ്പോഴും ഗൾഫിലല്ലേ, ഇപ്പോഴല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. മനുവേട്ടനാണെങ്കിലോ എറണാകുളത്ത്. ഇവിടെ പിന്നെ ഞാൻ അമ്മയല്ലേ ഉള്ളൂ. അമ്മ രാത്രിയാകുമ്പോഴേക്കും കിടന്ന് ഉറങ്ങിയിരിക്കും. പിന്നെ ഞാൻ വന്ന് കയറിപ്പോയി മുറി കിടക്കും. അമ്മയൊന്നും അറിയാറ് കൂടിയില്ല. ഇവിടെ എല്ലാം സേഫാ. പക്ഷേ അവിടെ അങ്ങനല്ല. രാത്രി എത്ര വൈകിയാലും എപ്പോൾ വന്നാലും എൻ്റെ അമ്മ പിടിച്ച് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെയാ അച്ഛൻ്റെ കാര്യവും. വന്ന എല്ലാ മുറിയിലും ഞങ്ങളെല്ലാവരും നോക്കിയിട്ടേ അച്ഛൻ രാത്രി ആയിരുമ്പോൾ കിടക്കാറുള്ളൂ. അതുകൊണ്ടാ എനിക്ക് പേടി. രാത്രി എങ്ങനെ പുറത്തു പോയി അച്ഛനറിഞ്ഞാലേ എന്നെ ശരിയാക്കും. എടാ അതാ ഞാൻ പറഞ്ഞത്, അവിടെ വിട്ട് ഇങ്ങോട്ടേക്ക് പോരാൻ നമുക്ക് അടിച്ചു പൊളിച്ചൂടെ നിൽക്കാടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരി രോഹിത്തിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഇവരൊരു പബ്ബിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് രോഹിത്തിനോട് അവൻ കഴിക്കാൻ പറയുമ്പോൾ, വേണടാ എനിക്ക് പേടിയാവുന്നു, ആരെങ്കിലും കണ്ടാലോ? ആര് കാണാനാ? ഇവിടെങ്ങും നമ്മളറിയാവുന്ന ആരുമില്ല. അത് മാത്രമല്ല ലൈഫ് ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാനുള്ളതാ. അല്ലാതെ ഇങ്ങനെ അവരെ പേടിച്ച് ഇവരെ പേടിച്ച് ജീവിക്കാനുള്ളതല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നീ ഇതങ്ങോട്ട് കുടിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അവനെ ഡ്രിങ്ക്സ് ഒക്കെ കഴിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ വെച്ച് അവന് ഡ്രഗ്സ് ഉപയോഗിപ്പിക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുറെ ഗേൾസ് ഒക്കെ ഉണ്ടാവും. എല്ലാവരും കൂടെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കുറെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ടേബിളിൽ വന്നിരുന്ന് മദ്യപിക്കായിരിക്കും. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മറ്റേ ചരക്കിൻ്റെ കാര്യം. അവളെ ഒരു തരത്തിലും വഴങ്ങുന്നില്ലടാ. അവളെ കൊണ്ട് ഞാൻ മറ്റേ റിസോർട്ടിലേക്ക് വരെ പോയതാ. പക്ഷേ അവൾ സമ്മതിച്ചില്ല. അവസാന നിമിഷം അവളെ കാല് വാരി. എനിക്കവളെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു. അല്ല നീയപ്പോൾ അവളെ കെട്ടാനുള്ള പ്ലാനൊന്നും ഇല്ലേ? കെട്ടാനോ ഞാനോ? ഹേയ് അതൊന്നും ഇല്ല.
ഇതുപോലെയൊക്കെ ജീവിതം ഒന്ന് അടിച്ചു പൊളിക്കണോടാ. അല്ലാതെ ഒരു പെണ്ണെ സ്നേഹിച്ച് അവളെ കെട്ടി കൂടെ പറപ്പിക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്കിങ്ങനെ എപ്പോഴും അടിച്ചു പൊളിച്ച് നടക്കാനാണ് ഇഷ്ടം. നമ്മുടെ ജീവിതത്തിൽ എത്ര കാലം നമ്മൾ ജീവിക്കുന്നറിയില്ല. അത്രയും കാലം അടിച്ചു പൊളിച്ച് ആട് തിമിർത്ത് നമ്മൾ നടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എടാ, മാനുവേട്ടൻ തന്നെ എറണാകുളത്തല്ലേ? മാനുവേട്ടൻ എന്താ ഇങ്ങനൊന്നും ഇല്ലെന്നാണോ നീ കരുതിയിരിക്കുന്നേ? അതൊക്കെ ഉണ്ടടാ. ആളുകളുടെ മുമ്പിലൊക്കെ അയാൾ നല്ല പിള്ള ചമഞ്ഞ് നടക്കുക. അല്ലാതെ അയാൾ പക്കാ ഫ്രോഡാ. ഈ അലീനെ പോലും അയാൾ വല വീശിയിട്ടുണ്ട്. രോഹിത് പറയാണ്. അതെനിക്കും തോന്നി. അലീനയ്ക്ക് അവനോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതേടാ ഞാൻ പറഞ്ഞത്. അന്നേ മുത്തശ്ശൻ്റെ കൂടെ അവളെ പിക്കപ്പ് ചെയ്യാൻ പോയത് അവനല്ലേ? അന്ന് തൊട്ടേ അവനൊരു നോട്ടമുണ്ട് അവളെ. മിക്കവാറും അവളെ വീഴ്ത്താനേ അവനെ ശ്രമിക്കും. നമ്മൾ രണ്ടുപേരും അവളെ ഉപദ്രവിക്കാൻ പോയെന്ന് അറിഞ്ഞപ്പോൾ എന്തൊരു ഷോ ആയിരുന്നു. അതെല്ലാം വേറെ ഷോ മാത്രമാടാ. രോഹിത് പറയുന്നുണ്ട്. മാനുവേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യോ? പിന്നെ ഒരു മാനുവേട്ടൻ എല്ലാ അവമാനം കണക്കാടാ എന്നൊക്കെ പറയുന്നുണ്ട്. പണ്ടേ അവൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് നീ മറന്നുപോയോ? ഒരുത്തീനെ കൊണ്ട് ഇങ്ങോട്ട് വന്നായിരുന്നു. നല്ലൊരു പീസായിരുന്നു. ഞാനേ കുറെ ട്രൈ ചെയ്യാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല. എന്ത് ചെയ്യാനാ? അവന്റെ കൂടെയാ അവിടെ അവൾ താമസിക്കുന്നതെന്നൊക്കെയാ പറയുന്നത് കേട്ടത്. അങ്ങനെയാണെങ്കിലേ റെവീലിംഗ് ടൂതറിലൊക്കെ ആയിരിക്കും. നമ്മൾ മാത്രം ഒന്നും ചെയ്യാൻ പാടില്ല. അവരെന്ത് വേണമെങ്കിലും ചെയ്യാം. എടാ, ഈ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടേ എങ്ങനെയെങ്കിലും ഒരു ജോലി സെറ്റാക്കണം. വലിയ ശമ്പളമൊന്നും ഇല്ലെങ്കിലും ചെറിയ ജോലികൾ മതിയടാ. നമുക്കേ ഇവിടെ വിട്ട് ബാംഗ്ലൂർക്കോ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ അങ്ങ് മുങ്ങണം. എന്നിട്ട് ലൈഫ് അങ്ങോട്ട് ആടിച്ച് പൊളിക്കണം എന്ന് പറയാണ്. രോഹിത് പറയുന്നുണ്ട്. ഈ രീതിക്ക് നമ്മൾ തുടർന്നു പോയാലേ നമുക്ക് ഈ വർഷം പാസ്സാകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിലും എനിക്ക് ഉറപ്പൊന്നുമില്ല. എന്തായാലും ശരി. പിന്നെ എൻ്റെ മറ്റേ ഗേൾ ഫ്രണ്ട് അല്ലേ ഉണ്ടല്ലോ, അവളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അത് മറ്റവളല്ല, വേറൊരുത്തിയാ. അവൾ എന്തായാലും സെറ്റാവുന്ന ലക്ഷണമൊക്കെ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? എടാ, നിന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്യാനാ? എടാ, അലീന നമ്മുടെ രണ്ടുപേരും ഗേൾ ഫ്രണ്ട് അല്ലല്ലോ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അവളെ ഇതാക്കാൻ നോക്കിയതല്ലേ? അതുപോലെ തന്നെടാ ഇതും. എനിക്ക് എന്തുകൊണ്ടാലും അത് നിനക്കൂടെയാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രോഹിത്തിനെയും കൂട്ടി ഹരിയാണെങ്കിലോ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി ഓടിച്ച് നേരെ അവിടെ കൊല്ലപ്പള്ളിയിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും ഡോറൊക്കെ അടിച്ച് കിടന്നിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് രോഹിത് പറയാണ്. എടാ, ഡോറ് കുറ്റിയിട്ടല്ലോ, ഇനിയിപ്പോൾ എങ്ങനെ തുറക്കും? എടാ, ഒരു സ്പെയർ കീ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ തുറക്കും. ഇവിടെ ആരും നമ്മളെ അന്വേഷിക്കാനോ ചോദിക്കാനോ ഒന്നും വരില്ലടാ എന്ന് പറഞ്ഞ് ഡോറ് തുറക്കാണ്. ഇതേ സമയത്ത് ശിവനും രാജീവനൊക്കെ ഹോസ്പിറ്റലാണല്ലോ. അവിടെ വേറെ ആരുമില്ല. കമൽ നല്ല ഉറക്കമായിരിക്കും. അതുപോലെ തന്നെ ബബിതയൊക്കെ നല്ല ഉറക്കത്തിലാണ്. വേറെ ആലത്തന്നെ തന്നെ അവൻ രോഹിത്തിനെ കൂട്ടി മുകളിലെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എന്ത് ശാന്തമായ അന്തരീക്ഷം. ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് വന്ന് ഇതുപോലെ വന്ന് കിടക്കണം. എന്ത് സുഖമായിരിക്കും. ആര് ചോദിക്കാനും ഇല്ല, ആര് പറയാനും ഇല്ല. രോഹിത് പറയാണ്. പക്ഷേ വീട്ടിലങ്ങനല്ല, ആകെപ്പാടെ സീനായിരിക്കും. ഇങ്ങനെങ്ങാണ് സംഭവിച്ചതെങ്ങാണ് വീട്ടിലറിഞ്ഞാലേ എന്നെ കൊന്നുകളയും. എടാ, ഒരു പ്രശ്നമില്ലടാ, നീ ഇങ്ങനെ പേടിക്കാതെടാ, നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് കുറച്ചുകൂടി ഡ്രഗ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാ. അങ്ങനെ നമ്മുടെ രോഹിത്തിനെ ഹരിയാണെങ്കിലോ ഇങ്ങനെ ഓരോന്ന് കൊടുത്തും പറഞ്ഞും ഒക്കെ ആകെ പാടെ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും രോഹിത്ത് ബേസിക്കലി ഒരു നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെങ്കിൽ നമ്മുടെ ഈ ഹരിയുടെ ആ ഒരു കൂട്ടുകെട്ട്, നമ്മുടെ കൂട്ടുകെട്ടാണല്ലോ നമ്മളെ എപ്പോഴും ചീത്തയാക്കുന്നത്. ആ ഒരു കൂട്ടുകെട്ടാണ് കേട്ടോ നമ്മുടെ രോഹിത്തിനെ ചീത്തയാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രോഹിത് ആണെങ്കിൽ ഇങ്ങനെ കിടക്കായിരിക്കും. ഈ സമയത്ത് ഹരി ആണെങ്കിൽ ആ പെണ്ണുമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രോഹിത് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എനിക്ക് തന്നെ ഒന്ന് കാണണം, എപ്പോഴാണ് കാണാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തിനാന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ദൂരെ എങ്ങോട്ടെങ്കിലും പോവാം, ഒന്ന് അടിച്ചു പൊളിച്ചൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം എന്നൊക്കെ പറയുമ്പം ആ പെണ്ണ് അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വൈജനെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഡിസ്ചാർജൊക്കെ ആയി വന്നതിനൊക്കെ ശേഷമുള്ള ഒരു സ്റ്റോറിയാണ്. അങ്ങനെ ഈ പെണ്ണിനെ നമ്മുടെ ഹരിയാണെങ്കിൽ വളച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് റിസോർട്ടിലേക്ക് വരാന്ന് ആ പെൺകുട്ടിയും സമ്മതിക്കുന്നുണ്ട്. രോഹിത്തിനോട് ഹരി ഈ കാര്യം പറയാണ്. എടാ, ഇന്ന് പോലെ അവളോട് വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? അല്ല, അവള് ഏത് കോളേജിലാ പഠിക്കുന്നേ? എടാ, കോളേജൊന്നും അല്ല, സ്കൂളിലോ? നീ എന്താ ഈ പറയുന്നേ? 18 വയസ്സിന് താഴെയുള്ള പെങ്കൊച്ചാണെങ്കിലേ പോക്സോ കേസിൽ അകത്താവും. എടാ, ഇതൊന്നും ആരും അറിയാനൊന്നും പോകുന്നില്ല, നമ്മളെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നീ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമായിരിക്കും. അതൊന്നും വേണ്ട, അത് നിന്റെ ഗേൾഫ്രണ്ട് അല്ലേ, നീ പോയാൽ മതി. അത് മാത്രമല്ല, അമ്മ ഇവിടെ ഉണ്ട്. അമ്മ എങ്ങനെ അറിഞ്ഞാലേ എന്നെ കൊന്നുകളയും. ഞാൻ അതുകൊണ്ട് ഇന്ന് ഞാനില്ല.
കോളേജിലേക്ക് പോയില്ലെന്ന് അങ്ങനെ അമ്മ അറിഞ്ഞാലേ തീർന്നു. അത് മാത്രല്ല അച്ഛൻ അവിടെ ആണെങ്കിൽ എന്നെ അച്ഛൻ നന്നായിട്ട് വീക്ഷിക്കുന്നുണ്ട്. ഞാൻ പോയിരുന്നങ്ങനെ അച്ഛൻ അറിഞ്ഞാലേ അത് മതി. പിന്നെ ഈയിടെയായിട്ട് കോളേജിലൊക്കെ വിളിച്ച് അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ആബ്സെന്റ് ആയാല് അപ്പത്തന്നെ വിളിച്ച് അറിയിക്കാനാ പറഞ്ഞേക്കുന്നേ. അതുകൊണ്ട് ഞാനില്ല, നീ പോയിട്ട് വാ. എടാ നീ കൊണ്ടൊന്ന് വരുവാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് സപ്പോർട്ടായിരുന്നേനെ. എന്റെ എടാ ഇതിനൊക്കെ നീ തന്നെ പോയാൽ മതി, അല്ലാതെ ഞാൻ വരില്ല. അന്ന് ആ ആലിനയുടെ പ്രശ്നത്തോടെ എനിക്ക് ആകെപ്പാടെ പേടിയായിപ്പോയി. അന്ന് ഞാൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛൻ വന്നെന്നെ തല്ലി, അമ്മയുടെ മുമ്പിൽ നാണം കിട്ടു, എന്റെ പെങ്ങന്മാരുടെ മുമ്പിലും ഞാൻ നാണം കിട്ട്. എനിക്കിത് വയ്യ. ഓഹോ, അപ്പൊ നീ എന്തൊക്കെ മുങ്ങാനുള്ള പ്ലാനാണോ? അങ്ങനല്ലടാ, ഞാൻ എന്തായാലും ഇന്ന് കോളേജിലേക്ക് പോട്ടെ. ഞാൻ അവധി എടുത്തെന്ന് അറിഞ്ഞാലേ അച്ഛൻ എന്നെ ശരിയാക്കും. അച്ഛൻ മാത്രല്ല അമ്മയും. ഓ, ഇങ്ങനൊരു പേടിത്തൊണ്ടി ഞാനല്ലോ ഞാൻ ഇതിനൊക്കെ കൂടെ കൂട്ടിയത്. ശരി, നീ വേദനയ്ക്ക് വരണ്ട, പക്ഷെ ഞാൻ പോവാം. എന്തായാലും ഇന്ന് അവളെ കണ്ടിട്ടേ ഉള്ളൂ. ഇത്ര ഒരു ഗോൾഡൻ ചാൻസ് ഇനി എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹരി അവിടുന്ന് ബൈക്കും എടുത്തോണ്ട് പോകുന്നുണ്ട്. ഈ സമയം ഹരി അവിടുന്ന് കാറും കൊണ്ട് പോകണം കേട്ടോ. രോഹിത് ആണെങ്കിൽ ബൈക്കും എടുത്തോണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷം രോഹിത് ആണെങ്കിൽ നേരെ കോളേജിലേക്കാണ് പോണത്. ഈ സമയത്ത് ഹരി ആണെങ്കിൽ കാറിൽ പോയിട്ട് ആ കുട്ടിയെ പിക്കപ്പ് ചെയ്യാൻ കേട്ടോ. ആ കുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടി വന്ന വേഷമായിരുന്നു. അങ്ങനെ കാറിൽ കയറിയ ശേഷം രോഹിത്തിനോട് പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നേട്ടാന്ന് പറയുമ്പോൾ ഒന്നും സാറില്ല, ഞാനുണ്ടല്ലോ കൂടെ എന്ന് പറയാണ്. നമ്മൾ തമ്മിൽ അതിന് അത്രക്കുള്ള ഡിഫറൻസ് ഒന്നുമില്ല, ഏജ് ഡിഫറൻസ് ഒന്നുമില്ല, കൂടിപ്പോയൊരു 4-5 വയസ്സ് അത്രയല്ലേ ഉള്ളൂ. പിന്നെ എന്നെ പേര് വിളിക്കുന്ന എനിക്കിഷ്ടം ഹരിന്ന്. അത് വേണ്ട, ഞാൻ ഹരിയേട്ടാന്ന് വിളിച്ചോളാം. എന്തായാലും ശരി. പിന്നെ സ്കൂളിലും വീട്ടിലൊന്നും സീനൊന്നും ഇല്ലല്ലോ? സ്കൂളിലായാലും അന്വേഷിക്കോ? ഏയ് ഇല്ല, അങ്ങനൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ല, +2 എക്സാമൊക്കെ ഇപ്രാവശ്യം നന്നായിട്ട് എഴുതില്ലേ? +2 ഇപ്രാവശ്യം നല്ല മാർക്ക് മേടിക്കുകയാണെങ്കിലേ ചേട്ടായുള്ള അതേ കോളേജിലേക്ക് തന്നെ ഞാനും വന്ന് ജോയിൻ ചെയ്യും എന്ന് പറയാണ്. അതിനുള്ള എല്ലാ ഹെൽപ്പും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. പിന്നെ ഇന്ന് മുഴുവനും നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാ. സ്കൂൾ വിടുന്ന സമയമാകുമ്പം ഇതേ സ്ഥലത്ത് തന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചാക്കുകയും ചെയ്യും, പോരെ? അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ ആ റിസോർട്ടിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റിസോർട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് പഴയ അയാള് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുറി വേണം എന്ന് പറയുമ്പം ശരി എന്ന് പറയാണ്. അങ്ങനെ അകത്തേക്ക് കയറി പോയിട്ട് ഡ്രസ്സ് മാറിക്കോയെന്ന് ഹരി പറയണുണ്ടോ. അങ്ങനെ അവൾ അകത്തേക്ക് കയറി പോവാണ്. സാറേ, ഈ കൊച്ചിനെ കണ്ടിട്ട് ഒരു സ്കൂളിൽ പഠിക്കുന്നവരുണ്ടല്ലോ. എടോ, താനിക്ക് എന്താ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയൊക്കെയാ, പല വേഷം ഇടും എന്നും പറഞ്ഞ് സ്കൂളാണ് നിർബന്ധമല്ല ഉണ്ടോ? അവള് കോളേജിൽ എൻ്റെ കൂടെ പഠിക്കുന്നതാ, ഈ വേഷം ഇട്ടിരുന്നത്. അതിനിപ്പോ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സാറേ, പിന്നെ പോലീസ് കേസ് എങ്ങനായ ഞങ്ങളെ പിടിക്കാതിരുന്നാ മതി, തനിക്ക് ഒരു പ്രശ്നവും വരില്ല. അന്ന് വന്ന കൊച്ച് ഒന്നിനും സമ്മതിച്ചില്ല അല്ലേ? പക്ഷെ ഇന്നിപ്പോ കൊണ്ടുവന്നത് എല്ലാം സമ്മതിച്ചെന്ന് തോന്നല്ലോ. താനൊന്ന് മിണ്ടാതിരിക്കാവോ? 2 മണിക്കൂർ കഴിയുമ്പം ഞങ്ങൾ വരും. അപ്പം ഞാൻ വിളിക്കുമ്പം എനിക്ക് ഫുഡ് റെഡിയായിരിക്കണം. അത് മാത്രമല്ല, ഇവിടെ വേറെ ഒരു ശല്യമില്ലാതെ താൻ നോക്കിക്കോണം. പൈസ എത്ര വേണമെങ്കിലും ഞാൻ തരാം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ചെന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് ഹരിയാണെങ്കിൽ അകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാണ്, പേടിയുണ്ടോന്ന്. ഏയ് പേടിയൊന്നുമില്ല ഹരിയേട്ടാ എന്ന് പറയുന്നുണ്ട്. അല്ല, ഞാൻ വാങ്ങിയിരുന്ന ഫോണ് അത് സേഫ് അല്ലേ? അതൊക്കെ സേഫാ, ഇതുവരെ അച്ഛനമ്മയൊന്നും അത് കണ്ടിട്ടില്ല, ഞാനത് നന്നായി കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ വേണം കേട്ടോ, ഈ കാര്യവും അതുപോലെ തന്നെ കീപ്പ് ചെയ്തിരിക്കണം എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇന്റിമേറ്റ് ആവുന്നുണ്ട്, ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നുണ്ട്. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം അയാൾ ഫുഡും കൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഇവർ ഫുഡൊക്കെ മേടിച്ച് കഴിക്കുകയാണ്. അങ്ങനെ വീണ്ടും അവർ മുറിക്കകത്ത് ഇരിക്കുന്നുണ്ടോ. വൈകുന്നേരം ഒരു 3 മണിക്കാകുമ്പോഴേക്കും ഹരി പറയുന്നുണ്ട്, എങ്കിലേ നമുക്ക് തിരികെ പോകാം. നീ നിന്റെ യൂണിഫോം എടുത്തിട്ടോ, ഞാനേ ആ സ്കൂളിന്റെ വാതിക്കലേക്ക് കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയത്ത് സ്കൂളിലെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്കൂളിൽ നിന്നും ആ കുട്ടിയുടെ അമ്മേനെ വിളിക്കുകയാണ്. ഇതുപോലെ കുട്ടി ഇന്ന് ആബ്സെന്റ് ആണല്ലോ, ഈ ഒരു സംഭവം വേണമെന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോയല്ലോ എന്ന്. അപ്പം അവർ പറയാണ്, ഇല്ല ഇതുവരെ കുട്ടിയോട് എത്തിയിട്ടില്ല, സ്കൂളിൽ കുട്ടി വന്നിട്ടില്ല എന്ന് പറയുമ്പം ആ അമ്മയുടെ നെഞ്ചാകപ്പാടെ ഇടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവര് ഭർത്താവിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ഇതുപോലെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് കുട്ടി ഇതുവരെ സ്കൂളിലെത്തിയിട്ടില്ലെന്നാ പറയുന്നത്, നിങ്ങളൊന്ന് അന്വേഷിക്കുവോ, ഒന്ന് പെട്ടെന്ന് വരുമോ എന്ന് ചോദിക്കാണ്. അങ്ങനെ ജോലി സ്ഥലത്തുനിന്നും പാഞ്ഞ് അച്ഛൻ വരുന്നുണ്ട്. അങ്ങനെ ഭാര്യയോട് ചോദിക്കാണ്, എന്ത് പറ്റി, നമ്മുടെ മോൾ അവിടെ പോയി ചോദിക്കുമ്പം അറിയില്ല, രാവിലെ സ്കൂളിലേക്ക് അവളോടൊന്ന് ഒരുങ്ങിയിറങ്ങി പോയതല്ലേ, പക്ഷേ ഇപ്പോ ടീച്ചർ എന്തോ ആവശ്യം വിളിച്ചതാ, ഫീസിന്റെ കാര്യം മറ്റോ പറയാൻ വിളിച്ചതാ, അപ്പോഴും അറിയുന്നത് അവളവിടെ ചെന്നിട്ടില്ല എന്ന്.
എനിക്കെന്തോ ആകെപ്പാടെ പേടിയാവുന്നു. മോളെ ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കാണോ, എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ പേടിക്കാണ്. നമുക്ക് എന്നാലും പെട്ടെന്ന് തന്നെ സ്കൂളിലേക്കൊന്ന് പോകാം, എന്താ കാര്യമെന്ന് നേരിട്ട് തിരക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടി നേരെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവര് സ്കൂളിലേക്ക് ചെന്ന് ക്ലാസ് ടീച്ചറെ കാണുമ്പോൾ ഇല്ല, ഇതുവരെ ആ കുട്ടി വന്നിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ ആ കുട്ടിയുടെ 2 ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ടീച്ചറും പ്രിൻസിപ്പാളും ഒക്കെ ഇവർ മുമ്പിൽ ചോദിക്കാണ്, കുട്ടി എവിടെയാണ്, എവിടെ പോയിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിക്കുമ്പം അവർ പറയാണ്, ഇല്ല അറിയില്ല, ഇന്ന് രാവിലെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടതാ. അപ്പം ഞങ്ങളോട് പറഞ്ഞത് പൊയ്ക്കോ, ഇന്ന് അച്ഛൻ എന്നെ ഡ്രോപ്പ് ചെയ്യുമെന്ന് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിന് കയറി ഇങ്ങ് പോയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് അവർ പറയാണ്. അപ്പോൾ എന്തായാലും അവളെ ആരും തട്ടിക്കൊണ്ട് പോയൊന്നും അല്ല, നിങ്ങളുടെ മകള് മനഃപൂർവ്വം തന്നെ വേറെ എവിടെയാ പോയിരിക്കുന്നതാ. അതെന്തായാലും പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതായിരിക്കും നല്ലത്. എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നോ അത്രയും നല്ലതായിരിക്കും എന്ന് പ്രിൻസിപ്പാൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിൽ അവിടെ നിന്ന് കരയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഈ അച്ഛനും അമ്മയും കൂടി പ്രിൻസിപ്പാളിനെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, രാവിലെ ഇതുപോലെ വീട്ടിൽ നിന്ന് പോയതാണ്, പിന്നെ ടീച്ചർ വിളിച്ചപ്പോഴാണ് അവിടെ ചെന്നിട്ടില്ലെന്ന് അറിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. പ്രിൻസിപ്പാൾ പറയാണ്, സുഹൃത്തുക്കളോട് ഇതുപോലെ അച്ഛൻ വന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, പിന്നെ ആ കുട്ടി അവർ ശ്രദ്ധിച്ചില്ല, അവർ പോവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അച്ഛനോട് ചോദിക്കുകയാണ് പോലീസ്, അല്ല നിങ്ങൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നെല്ലാം പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അമ്മയോട് ചോദിക്കുകയാണ്, രാവിലെ കുട്ടി വീട്ടിൽ നിന്ന് പോകുമ്പം കുട്ടിയുടെ കയ്യിൽ ബാഗല്ലാതെ വേറെ എന്തെങ്കിലും കണ്ടിരുന്നോ, വല്ല ഡ്രസ്സോ തുണിയോ എന്തെങ്കിലും? ബാഗ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, വേറൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല, അവളുടെ തോളത്തുള്ള ബാഗ് മാത്രമേ ഉള്ളായിരുന്നു. രാവിലെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? എന്നത്തെക്കാട്ടിലും ഇന്ന് ഭയങ്കര ഒരുക്കമായിരുന്നു. ഞാൻ വഴക്കൂടെ പറഞ്ഞു, സമയം താമസിക്കുകയാണ്, ഒരുങ്ങാതെ പോകാൻ പറഞ്ഞ്, അപ്പോഴേക്കും കുറച്ചുകൂടി ഒരുങ്ങട്ടെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നിന്ന് ഒരുക്കമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പോലീസ് ചോദിക്കുന്നുണ്ട്, കുട്ടിയുടെ കയ്യിൽ ഫോണോ മറ്റോ ഉണ്ടോ? അവളുടെ കയ്യിൽ ഫോണൊന്നും ഇല്ല എന്ന് പറയാണ്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് ഏതോ ഒരു കാമുകനുണ്ടെന്നാണ് അതിനർത്ഥം. ഇങ്ങനെ പറഞ്ഞിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ കൂടെ കറങ്ങാൻ പോയതാ. സ്കൂൾ വിടുന്ന സമയമാകുമ്പം കൃത്യമായും കുട്ടി എവിടെ നിന്നാണോ മിസ്സായത് അവിടെ തന്നെ തിരികെ വരും. വേറെ ബാഗോ തുണിയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാം കുട്ടി കറങ്ങാൻ പോയത് തന്നെയാണ്. സ്കൂളിൻ്റെ സമയത്ത് തന്നെ ആ കുട്ടി തിരികെ എത്തുകയും ചെയ്യും. എന്തായാലും നിങ്ങൾ വണ്ടിയുണ്ടല്ലോ, ഞങ്ങൾ ജീപ്പുമായിട്ട് വരാം, നമുക്ക് ആ ഒരു ഏരിയ പോയിട്ട് സെർച്ച് ചെയ്യാം. ഇപ്പോൾ സ്കൂൾ വിടുന്ന സമയമായി എന്ന് പറയാണ്. അങ്ങനെ പോലീസുകാരും ഈ അച്ഛനമ്മയും എല്ലാവരും കൂടി കൂടിയിട്ട് ആ സ്കൂളിൻ്റെ ആ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാണല്ലോ അവൾ കയറിപ്പോയത്. ആ ഒരു പരിസരത്തൊക്കെയാണ് വന്ന് പോലീസുകാർ തമ്പടിച്ച് നിൽക്കുകയാണ്, ഇവർ കാണാത്ത രീതിയിൽ. അതുപോലെ ഇവർ അച്ഛനും അമ്മയെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹരിയുടെ കാറിൽ വന്ന് ഈ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നു വരികയാണ് കേട്ടോ. ഈ സമയത്ത് പോലീസുകാരാണെങ്കിലോ, നിങ്ങൾ കുട്ടിയെ നോക്കിക്കോ, ഞങ്ങളിപ്പോൾ ആ കാറിനെ ഒന്ന് ഫോളോ ചെയ്തിട്ട് വരാം എന്നും പറഞ്ഞിട്ട് പോലീസുകാർ ആ കാറിൻ്റെ പിന്നാലെ പാഞ്ഞു പോവാണ്. അപ്പോഴേക്കും കുട്ടിയുടെ അച്ഛനമ്മയും ഓടി വരുന്നുണ്ട്. അമ്മ ഓടി വന്ന് അവളെ തലങ്ങും വിലങ്ങും തല്ലാണ് കേട്ടോ. അപ്പോഴേക്കും പ്രിൻസിപ്പാൾ ആണെങ്കിൽ അവരെ പിടിച്ച് മാറ്റുന്നുണ്ട്. മോളെ, നീ എവിടെ പോയതാ, നീ ആരുടെ കൂടെ പോയത്, ആ കാർ ആരുടെയാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആ കുട്ടി കരയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അവിടെ നിന്ന് മറ്റൊരു പോലീസുകാരൻ പറയുന്നുണ്ട്, കുട്ടിയെയും കൊണ്ട് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം, അവിടെ വന്ന് മൊഴി വന്നിട്ട് പോകാവുള്ളൂ എന്നും പറഞ്ഞ് കുട്ടിയെയും കൊണ്ട് അവർ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇതേ സമയത്ത് SIയും ബാക്കിയുള്ളവരും കൂടി ഹരിയെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഹരിയുടെ മുമ്പിൽ വാഹനം തടഞ്ഞു നിർത്താണ്. എന്നിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാടാ എന്നും പറഞ്ഞിട്ട് അവനെ വലിച്ചിറക്കുന്നുണ്ട്. അയ്യോ സാറേ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം 18 വയസ്സ് പോലും തികയാത്ത കൊച്ചു പെമ്പിള്ളാരം കൊണ്ട് കറങ്ങി നടക്കല്ലേടാ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ സാറേ, ഞാനല്ല എന്നൊക്കെ പറയുമ്പം നിന്റെ വണ്ടിയിൽ നിന്ന് അവൾ ഇറങ്ങുന്നത് ഞങ്ങൾ കണ്ടോണ്ട് നിൽക്കുക, എന്നിട്ട് നീ അല്ലെന്നോ, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ജീപ്പിലേക്ക് പിടിച്ച് അവനെ കയറ്റിക്കൊണ്ട് അവർ പോവാണ്. അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തുന്നുണ്ട് കേട്ടോ. സ്റ്റേഷനിൽ ആ കുട്ടിയും അമ്മയച്ഛൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹരിയെ മറ്റൊരു സൈഡിൽ നിർത്തിയിരിക്കുകയാണ്. കുട്ടിയോട് ഇവനെ അറിയുമെന്ന് ചോദിക്കുമ്പം അറിയാമെന്ന് പറയാണ്. ആരാന്ന് ചോദിക്കുമ്പം അവൾ മിണ്ടുന്നില്ല കേട്ടോ. ഹരിയോട് അറിയാൻ ചോദിക്കുമ്പോൾ ഹരി അയ്യോ എനിക്കറിയില്ല സാർ എന്നൊക്കെ പറയുമ്പോഴേക്കും പോലീസുകാർ പോയി അവൻ്റെ കർണം നോക്കി അടിക്കുന്നുണ്ട് കേട്ടോ. എന്താടാ അവൾ അറിയാമെന്ന് പറഞ്ഞപ്പോൾ നീ അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുകയാണോ, നിന്റെ കള്ളത്തിലൊക്കെ അങ്ങ് കൈ വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് മോളുടെ ബാഗിങ്ങാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ
ബാഗിനകത്ത് സാധനമൊക്കെ കുടഞ്ഞിട്ടാണ്. നോക്കുമ്പം ഒരു ജോഡി ഡ്രസ്സും അതുപോലെ ഫോണും ഒക്കെ അതിനകത്തുണ്ട് കേട്ടോ. അത് മാത്രമല്ലാതെ മറ്റു പല സാധനങ്ങൾ കൂടി അതിൽ പോലീസുകാർ കാണുകയാണ്. അപ്പോൾ ഈ ഡ്രഗ്സ് പോലുള്ള സാധനമൊക്കെയാണ്. അപ്പോൾ ഇത് വീട്ടുകാരെ കാണിച്ചെടുക്കുന്നുണ്ട്. മോളെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ അത്രയ്ക്കൊന്നും പോരാ. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളാ, അവരുടെ ബാഗും അവരുടെ റൂമും എല്ലാം എന്നും ചെക്ക് ചെയ്യണം. ഇതേ കണ്ടോ, ഫോണ് അതുപോലെ തന്നെ ഡ്രഗ്സ് അങ്ങനത്തെ സാധനമൊക്കെയാണ് ഒരു കുട്ടിയുടെ ബാഗിലുള്ളത്. മോൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പം 17 എന്ന് പറയാണ്. എന്തായാലും 18 തികഞ്ഞില്ലോ, അത് രക്ഷപ്പെട്ടു. എടാ നിന്റെ കാര്യം പോക്കാടാ, പോക്സോ കേസിലാ നീ അകത്താകാൻ പോണത്. അല്ല മോളെ, ഇവൻ മോളെയും കണ്ട് എവിടെ പോയതാ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ദൂരെയുള്ള ഒരു റിസോർട്ടിലാണ് പോയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാർ പറയാണ്, കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യാണ്. കുട്ടിയെ കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, അതായിരിക്കും നല്ലത്. എത്രയും പെട്ടെന്ന് കേസിന് വിളി വരും. ആ സമയത്ത് വൈദ്യപരിശോധനയ്ക്കായിട്ട് കുട്ടിയെ കൊണ്ടുവരേണ്ടി വരും. അത് മാത്രമല്ല പുറത്തെങ്ങും കുട്ടിയെ വിടുകയോ ആരോടും പറയുകയോ ഒന്നും ചെയ്യണ്ട. കോടതി ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോളും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഹരിയെ അടിച്ചു ചുരുട്ടി നമ്മുടെ ലോക്കപ്പിലാക്കാണ് കേട്ടോ പോലീസ്. വേറെ ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? പറയടാ, വേറെ ആരെങ്കിലും നിന്റെ കൂടെ ഈ കാര്യത്തിലുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഹരി ഓർക്കാണ്, താൻ മാത്രം അങ്ങനെ കൊള്ളത്തിലതായ പറ്റില്ലല്ലോ, രോഹിത്തിനെയും കൂടി കുടുക്കി വിടാം, അല്ലെങ്കിൽ താൻ തന്നെ പെടേണ്ടി വരും എന്ന് മനസ്സിൽ ഓർക്കാണ്. രോഹിത്തുണ്ടെങ്കിൽ ബാലേന്ദ്രങ്ങളും കൂടി എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തിറക്കാൻ ശ്രമിക്കും. താൻ തന്നെയാണെങ്കിൽ തൻ്റെ അച്ഛനൊക്കെ ആണെങ്കിൽ മൈൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഓർക്കാം കേട്ടോ. അങ്ങനെ അവൻ രോഹിത്തിൻ്റെ പേരും പറഞ്ഞു കൊടുക്കുകയാണ്. രോഹിത്താണ് ഈ ഐഡിയ ഒക്കെ തന്നത്. രോഹിത്ത് വരാമെന്ന് പറഞ്ഞതാ, പക്ഷെ ഇന്നൊരു അത്യാവശ്യം ആയതുകൊണ്ട് രോഹിത്തിനോട് വരാൻ പറ്റിയില്ല. പക്ഷേ ഈ ഐഡിയ പറഞ്ഞതും അവളെ വിളിച്ചു ചേർത്തിയതും ഈ റൂം എടുത്തതും എല്ലാം രോഹിത്താണെന്ന് ഹരി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ രോഹിത്തും ബബിതയൊക്കെ ഉള്ളത് കൈതക്കൽ വീട്ടിലാണല്ലോ. അങ്ങോട്ടേക്ക് പോലീസുകാർ വരുന്നുണ്ട്. അവിടെ ഇപ്പോൾ കമലയും കമലയുടെ ഭർത്താവും അതുപോലെ കൊച്ചച്ഛനും വൈജി എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് പോലീസുകാരനാണെങ്കിൽ ഇത് ഹരിയുടെ വീടല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല ഇവരാണ് രോഹിത്ത് എന്ന് ചോദിക്കുമ്പം രോഹിത്ത് അതെ സാർ എന്ന് പറയുന്നുണ്ട്. അല്ല നിങ്ങളുടെ മകൻ ഹരി എവിടെ എന്ന് ചോദിക്കുമ്പം അവൻ കോളേജിലേക്ക് പോയി എന്ന് അച്ഛൻ പറയുന്നുണ്ട്. കോളേജിലല്ല, അവൻ റിസോർട്ടിലേക്കാണ് പോയത് ഒരു പെണ്ണിനെയും കൊണ്ട് എന്ന് പറയുമ്പോഴേക്കും ഇവരൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. രോഹിത്താണെങ്കിലോ ആകെപ്പാടെ പേടിച്ച് നിൽക്കാം കേട്ടോ. എന്താണ് നിന്റെ മുഖത്തൊരു പേടി പോലെ? ഏയ് ഒന്നുമില്ല സാർ. എങ്കിലേ സംഭവത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. +2 പഠിക്കുന്ന 17 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടീനെ അവനൊരു ഫോൺ കൊടുത്തു, അതുപോലെ തന്നെ ഡ്രഗ്സും കൊടുത്തു. ചാറ്റ് ചെയ്ത് പറഞ്ഞ് മയക്കി ഒരു റിസോർട്ടിലേക്ക് കൊണ്ടുപോയിട്ടെ ആ പെൺകുട്ടീനെ അവൻ റേപ്പ് ചെയ്തു. അതുകൊണ്ട് അവൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരുടെ വീട്ടുകാർ നേരിട്ട് വന്ന് കേസ് തരികയും ചെയ്തു. അത് മാത്രമല്ല കൂട്ടപ്രതിയായിട്ടെ ദൈവനും ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും രോഹിത് പറയാണ്, അയ്യോ സാറേ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഞാനിന്ന് കോളേജിലായിരുന്നു, സാറ് വിളിച്ചന്വേഷിച്ച് നോക്കിയോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം പോലീസ് പറയാണ്, നീ കോളേജിലാണെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു, പക്ഷേ ഇതിനിടെ എല്ലാ സഹായം ചെയ്തു കൊടുത്തതും ആ പെണ്ണെ വിളിക്കാൻ സഹായിച്ചതും വരാൻ സഹായിച്ചതല്ല നീയാണെന്നേ ഹരി മൊഴി നൽകി എന്ന് പറയാണ്. ഇത് കേട്ട് രോഹിത് ഞെട്ടിപ്പോകുന്നുണ്ട്. കമല പറയാണ്, സാറേ എൻ്റെ മോനൊരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ വെറും വിശ്വാസം മാത്രമാണ്. ഞങ്ങളുടെ മുമ്പ് വെച്ചാ കാറിക്കൊണ്ടെന്ന് അവൻ ആ കുട്ടിയെ പുറത്തിറക്കി വിട്ടത്. അത് മാത്രമല്ല ആ കുട്ടിയും അവനെയും സ്റ്റേഷനിൽ നിർത്തി ചോദ്യം ചെയ്തപ്പോൾ എല്ലാ സത്യങ്ങളും തത്ത പറയുന്ന പോലെ നിങ്ങളുടെ മകനും ആ പെൺകുട്ടിയും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ മകനെ ആദ്യമായിട്ടൊന്നുമല്ല ആ റിസോർട്ടിലേക്ക് പെൺകുട്ടിയെ കൊണ്ട് പോകുന്നത്. ഞങ്ങൾ റിസോർട്ടിലും പോയി അന്വേഷിച്ചു. അവൻ ഇതിനു മുമ്പേ പല പെൺകുട്ടികളെയും കൊണ്ട് ആ റിസോർട്ടിലേക്ക് പോയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. മക്കൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നൊക്കെ ഒരു ശ്രദ്ധ വേണം, അതൊക്കെ നല്ലതാ എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ രോഹിത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ രോഹിയെ അറസ്റ്റ് ചെയ്ത് അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സംഭവം ബബിത വിളിച്ച് ബാലേന്ദ്രനോട് പറയാൻ കേട്ടോ. ഇത് കേട്ട് ബാലേന്ദ്രൻ ആകെപ്പാടെ ഞെട്ടിപ്പോവാണ്. പണ്ട് അലീനയോട് ഇങ്ങനെയൊക്കെ മര്യാദകളായിട്ട് രോഹിത് പെരുമാറിയത് കൊണ്ട് തന്നെ രോഹിത് ഈ കേസിൽ നിരപരാധിയാണെന്ന് ബാലേന്ദ്രൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഇപ്പോഴും രോഹിത്തിൻ്റെ സ്വഭാവം മാറിയിട്ടില്ല. അവൻ അങ്ങനെ തന്നെയാണ്. അവൻ ഇതുപോലെ പെൺകുട്ടികളൊക്കെ ടീസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നൊക്കെ ബാലേന്ദ്രൻ വിചാരിച്ചുകൊണ്ട് ആ ബബിതയോട് പറയുന്നുണ്ട്, അവൻ്റെ ഇനി എന്തൊരു കാര്യം എന്നെ വിളിച്ചറിയിക്കണ്ട, അവൻ്റെ ഒരമ്മയുണ്ടല്ലോ അവിടെ, അവളോട് പറഞ്ഞാൽ മതി. അമ്മ വളർത്തിയ മകനല്ലേ, അങ്ങനെയല്ലേ വരുള്ളൂ, അമ്മയുടെ തനി സ്വഭാവമാണ് എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഫോൺ കട്ടാക്കുന്നുണ്ട് കേട്ടോ. കൃഷ്ണ ചോദിക്കുകയാണ്, എന്താച്ചാ എന്താ പ്രശ്നം, രോഹിത്തിനെ എന്തിനാ പോലീസ് കൊണ്ടുപോയത്? അതൊന്നും ഇല്ല മോളെ, മോളൊന്നും അറിയണ്ട, അറിയാതിരിക്കുന്നതാ മോക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അകത്തേക്ക് കയറിപ്പോവാണ്.
അലീന ചോദിക്കുന്നുണ്ട്, എന്താ കൃഷ്ണമോളെ, എന്താ പ്രശ്നം? അറിയില്ലേ ചേച്ചി, രോഹിത്തേട്ടൻ സ്റ്റേഷനിലാണെന്നാ പറഞ്ഞത്. സംഭവം എന്താണെന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴേക്കും അലീനയാണെങ്കിലോ അവിടുന്ന് ശിവനെ വിളിക്കാൻ വേണ്ടി നോക്കാണ്. അങ്ങനെ ശിവനെ വിളിച്ചിട്ട്, അങ്കിളെ എന്താ പറ്റിയത്? രോഹിത്തിനും ഹരിക്കൊക്കെ എന്താ സംഭവിച്ചേ? അച്ഛനാണെങ്കിലോ എന്തൊക്കെയോ പറയുന്നല്ലോ എന്ന് പറയാണ്. ശിവനെ അങ്ങോട്ടേക്ക് മാറി നിന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈശ്വര, ഇത് പോക്സോ കേസാണല്ലോ, അങ്ങനെയൊന്നും പെട്ടെന്ന് ഇവർക്ക് ഊരുവരാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, ഹരിയാണ് ആ പെൺകുട്ടിയും കൊണ്ട് പോയത്. രോഹിത്ത് അതിനുള്ള ഐഡിയ കൊടുത്തെന്നൊക്കെയാ അവൻ പറയണത്. എന്തായാലും വക്കീലിനെ കൊണ്ട് ജാമ്യം കിട്ടുമെന്നറിയാൻ വേണ്ടി ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോവാം മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. സത്യങ്ങളെല്ലാം അവരറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം അലീനയോട് അവർക്ക് നല്ല ഇഷ്ടമൊക്കെയാണ്. അതുകൊണ്ടാണ് അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ ശിവനും അതുപോലെ തന്നെ നമ്മുടെ ചെറിയച്ഛനും കൂടെ കൂടിയിട്ട് സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ സ്റ്റേഷനിൽ വക്കീലയുമായിട്ട് ജാമ്യത്തിനായിട്ട് ചെല്ലാണ്. ഈ സമയം പോലീസ് പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു വക്കീലിനെ കൊണ്ട് തരാനായിട്ട് നാണമില്ലേ? ഈ ഒരു കേസിലൊക്കെ ജാമ്യം കിട്ടുമെന്ന് നിങ്ങളുടെ ആരാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശിവനും രാജീവും പറയുന്നുണ്ട്, സാറേ കുറച്ച് മനസ്സ് വെക്കണം, പിള്ളേർ അറിയാതെ ചെയ്തു പോയതാ. ഇത് അറിയാതൊന്നും അല്ല, കുറേ കാലം കൊണ്ട് ഇവൻ്റെ പണി ഇത് തന്നെയാ. നിങ്ങൾ പറഞ്ഞ ഈ ഹരി ഉണ്ടല്ലോ, നിങ്ങളുടെ മകൻ, അവനെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളൊന്നും അല്ല. ആ റിസോർട്ടിലെ ആളെ ഞങ്ങൾക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനോടിടയ്ക്ക് തന്നെ ഇവൻ 5 പെൺകുട്ടികളായിട്ടാണ് അങ്ങോട്ടേക്ക് ചെന്നിട്ടുള്ളത്. അതിലൊരു പെൺകുട്ടി ഒന്നിനും സമ്മതിച്ചില്ല. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നു. ബാക്കി എല്ലാവരുമായിട്ട് ഇവൻ മുറിയെടുത്ത് അവിടെ ഒരു ദിവസം താമസിച്ചിട്ടുണ്ട്. സ്വന്തം മക്കൾ എങ്ങോട്ടൊക്കെയാണ് പോണേന്ന് ഒരു കണ്ണുള്ളത് നല്ലതാ. അല്ലാതെ മക്കള് പാവുക, മക്കള് ചെയ്യില്ലെന്നൊക്കെ വിശ്വസിച്ചിരുന്നാലേ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവും എന്നൊക്കെ പോലീസ് പറയാണ്. ശിവനാണെങ്കിലോ നാണം കെട്ട് തലകുണിച്ചിരിക്കുകയാണ്. ഇതേ ഒരു പോക്സോ കേസാ, അത് മാത്രമല്ല ഞാൻ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോടതിയിൽ എന്താണോ പറയുന്നത് അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കോടതിയിൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടുമെങ്കിൽ നിങ്ങൾ മേടിച്ചോ, അല്ലാതെ ഈ കേസിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അതുമാത്രമല്ല ആ പെൺകുട്ടി നേരിട്ട് വന്ന് മൊഴി നൽകിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അവർ മൊഴി മാറ്റി പറഞ്ഞാലും ഒരു രക്ഷയില്ല, തെളിവെല്ലാം ഇവർക്കെതിരെയാണ്. സ്കൂളിലെ പ്രിൻസിപ്പാൾ സഹിതം മൊഴി നൽകിയിട്ടുണ്ട്. ഇവന്റെ കാറിൽ വന്ന് ഇറങ്ങുന്നത് അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആ റിസോർട്ടിലെ CCTV ബാക്കി എല്ലാ തെളിവുകളും തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ വിധി പോലെ എന്താ വരുന്നത് നോക്കാം. അപ്പോൾ രോഹിത്തോ അവനെന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കുമ്പം ആ പോലീസുകാരൻ പറയുന്നുണ്ട്, ഹരിയ പറഞ്ഞത് രോഹിത്തും അതിനെ കൂട്ടുനിന്ന് അവളെ വിളിക്കാനും അവളെ കൊണ്ടുപോകാനും വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തത് അവനാണെന്നാ പറഞ്ഞത്. അങ്ങനെ അമ്മ കേസിലെ 2ാം പ്രതി രോഹിത്താണെന്ന് പറയാണ്. ഈ സമയം സ്റ്റേഷനിൽ ലോക്കപ്പിൽ കിടന്ന് രോഹിത്ത് ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് വേണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തത്? എടാ അത് പിന്നെ ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി, ഇവരാരെങ്കിലും ഉണ്ടോ ആരെങ്കിലെന്നൊക്കെ ചോദിച്ച് എന്നെ അടിച്ചപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ എന്ന് പറയുമ്പോഴേക്കും രോഹിത്ത് ആകപ്പാടെ ദേഷ്യപ്പെട്ടോടെ നിൽക്കുകയായിരിക്കും. ചെറിയച്ച വലിയച്ച ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തുമില്ല, ഇവനോട് ഞാൻ പറഞ്ഞതാ ആവശ്യത്തെ കേസിലൊന്നും പോകണ്ട, കൊച്ചു പെൺകുട്ടിയാണ്, അടങ്ങിയിരിക്കാൻ ഞാനിവിടെ പറഞ്ഞതാ. പക്ഷെ ഇവൻ അതൊന്നും കേൾക്കാഞ്ഞത് വെറുതെ എന്നെ പെടുത്തിയതാ എന്ന് പറയുന്നുണ്ട്. അടങ്ങി നിൽക്കടാ അവിടെ, എന്തായാലും ഇനി കോടതി വെച്ച് കാണാം എന്ന് പോലീസ് പറയാണ്. ശരി നിങ്ങൾ ചെല്ല് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരെയും മടക്കി അയക്കുന്നുണ്ട്. ഈ സമയത്ത് ബാലേന്ദ്രനാണെങ്കിലോ ഒന്ന് വിളിക്കുന്ന കൂടിയില്ല കേട്ടോ. അലീന പോയിട്ട് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, സംഭവത്തിന് സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, ഞാനിപ്പോൾ അങ്കിളിനെ വിളിച്ചിരുന്നു, അങ്കിൾ പറഞ്ഞത് ശരിക്കും തെറ്റിയത് രോഹിത്താ, ഹരിയാ, രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവൻ സപ്പോർട്ട് ചെയ്തെന്നാ പറയുന്നത്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിക്കാണ്, എന്താ അലീന സപ്പോർട്ട് ചെയ്തത് ഒരു തെറ്റല്ലേ? പണ്ട് അവന്മാര് നിന്നോടെന്നെ കാണിച്ചെന്ന് നിനക്കറിയാമല്ലോ, അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെയല്ലേ ഒരു പെൺകുട്ടിയെ കൊണ്ട് അവൻ പോയത്? എൻ്റെ കൃഷ്ണമ്മയുടെ പ്രായമുള്ളൊരു കൊച്ചിനെ കൊണ്ടാ അവൻ ഇന്ന് പോയത്. എന്താ അത് തെറ്റല്ലേ? അതിന് രോഹിത്ത് കൂട്ടുന്നെങ്കിലേ അത് മഹാപാപവാ. അവൻ്റെ വീട്ടിലുണ്ട് 2 പെൺകുട്ടികൾ, അവനത് ഓർക്കണമായിരുന്നു. എന്നിട്ട് അവന്മാർ അതൊന്നും ഓർത്തില്ലല്ലോ. അപ്പോഴേ അവനൊക്കെ ജയിലിൽ കിടക്കണം തന്നെയാ. നമ്മളെപ്പോലുള്ള വീട്ടുകാർ പോയി ഇറക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതുപോലുള്ള കേസുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത്, പെൺകുട്ടികൾക്ക് നീതി കിട്ടാത്തത്. അതുകൊണ്ടേ ഞാൻ ഒരിക്കലും പോവില്ല. ഇമാതിരി പണി നനയ്ക്കുന്ന ഈ വൃത്തിയിടാനൊക്കെ വേണ്ടി ഞാനിന്ന് അലീനെ പോണത് അതിൻ്റെ ആവശ്യമുണ്ടോ പറ? കൃഷ്ണമോള് പറയാണ്, ഇല്ലച്ചാ അതിൻ്റെ ആവശ്യമില്ല.
എന്നെപ്പോലെ തന്നെ ഒരു പെൺകുട്ടിയല്ലേ ആ കുട്ടിയും, ഇതുപോലുള്ളവന്മാരെയൊന്നും പുറത്തിടാൻ പാടില്ല, അവന്മാരൊക്കെ അകത്തന്നെ കിടക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ രോഹിത്തിനെയും ഹരിനെയും പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഈ സമയത്ത് അലീനയും കൃഷ്ണയും അതുപോലെ തന്നെ ബാലേന്ദ്രനും ആ കോടതിയിൽ ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രോഹിത്തിന്റെ വീട്ടുകാരും എല്ലാവരും കോടതിയിൽ ചെല്ലാണ്. രഹസ്യമായിട്ട് പെൺകുട്ടിയുടെ മൊഴി എടുക്കുന്നുണ്ട് കേട്ടോ. മൈനറാണല്ലോ, അതുകൊണ്ട് തന്നെ രഹസ്യമായിട്ടുള്ള മൊഴിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ കോടതിയിൽ വക്കീൽ വാദിക്കുകയാണ്. ഹരിക്കെതിരെ എല്ലാ തെളിവുകളും ഉണ്ട് കേട്ടോ. ആ ബസ് സ്റ്റോപ്പിൽ നിന്നും അവളെയും കൂട്ടി രാവിലെ 10 മണിയൊക്കെ ആയപ്പോഴേക്കും പോകുന്നതും തിരികെ വൈകുന്നേരം 4 മണിക്ക് കൃത്യം കൊണ്ടുവിടുന്നതും അവർ റിസോർട്ടിലേക്ക് പോയി റൂം എടുക്കുന്നതും അകത്തേക്ക് പോയി ആദ്യം റൂം എടുത്തപ്പം അവരുടെ ഡ്രസ് ചേഞ്ച് ആയതും പിന്നെ അവർ പൂളിൽ കളിച്ചതും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുടെയും CCTV കൃത്യമായിട്ട് പോലീസുകാരുണ്ടെന്ന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അത് വക്കീല് ജഡ്ജിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടീനെ വൈദ്യപരിശോധനയിൽ ഇവർ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അങ്ങനെയുള്ള സത്യങ്ങളും തെളിയുകയാണ്. അപ്പോൾ കുട്ടി ഗർഭം ധരിക്കാതിരിക്കാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും എടുക്കണമെന്നുള്ള കാര്യങ്ങളും കോടതി അവരെ അറിയിക്കുന്നുണ്ട് കേട്ടോ. കാരണം മൈനറായിട്ടുള്ള കുട്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഹരി കുറ്റം ചെയ്തു, ലൈംഗികമായിട്ട് ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യം തെളിവായതുകൊണ്ട് ഉറപ്പായതുകൊണ്ട് തന്നെ ഹരിനെ റിമാൻഡ് ചെയ്യാണ്. അപ്പോൾ രണ്ടാം പ്രതിയായിട്ടുള്ള രോഹിത്തിന്റെ കാര്യം ഇങ്ങനെ കോടതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സപ്പോർട്ട് നൽകിയെന്നും അതുപോലെ തന്നെ ഈ കാര്യത്തിന് സപ്പോർട്ട് നൽകിയെന്ന് ഹരി മൊഴി നൽകുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ. കോടതിയിൽ വെച്ചും ഹരി അതേ മൊഴി തന്നെ പറയാണ്. ഇവനാണ് എന്നെ സഹായിച്ചതും ഹെൽപ്പ് ചെയ്തതും, ഞാനത് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്നെ ഉന്തിത്തള്ളി വിടുകയായിരുന്നു എന്നൊക്കെ പറയാണ്. കോടതിയിൽ വെച്ച് രോഹിത് പറയുന്നുണ്ട്, സത്യമായിട്ടും എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇന്ന് രാവിലെ ഇവനിങ്ങനെ പോന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് ഞാൻ 100 തവണ പറഞ്ഞതാ, പക്ഷേ ഇവൻ കേട്ടില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ കോടതിയിൽ രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും ഹരിയാണ് പെൺകുട്ടിയെ കൊണ്ട് പോയതും അതുപോലെ ചാറ്റ് ചെയ്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ തെളിയുന്നുണ്ട്. ആ പെൺകുട്ടിയും പറയുന്നുണ്ട് രോഹിത്തിനെ അറിയില്ല, ഹരിയാണ് ചാറ്റ് ചെയ്തതും ഫോൺ തന്നതും ഹരിയാണ് ഡ്രഗ്സ് നൽകിയതും റൂമിലേക്ക് കൊണ്ടുപോയതും എന്നുള്ള എല്ലാ കാര്യങ്ങളും ആ പെൺകുട്ടി കോടതി മുമ്പാകെ പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനെ കോടതി വെറുതെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണയും അലീനെ പറയുന്നുണ്ട്, കണ്ടോ വച്ചാ രോഹിത്തേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവനത് അറിഞ്ഞപ്പോൾ തന്നെ വേണ്ടെന്നാ പറഞ്ഞത്, രോഹിത്തേട്ടൻ മാറ്റമുണ്ടെന്നൊക്കെ അലീനയും അതുപോലെ കൃഷ്ണയെ പറയാണ്. ഈ സമയത്ത് ഹരിയുടെ അച്ഛനും ആണെങ്കിലും കൊച്ചച്ഛനൊക്കെ തല കുണിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ബാലന് പറയുന്നുണ്ട്, മക്കളെ നന്നായിട്ട് വളർത്താൻ പഠിക്കണം, ഒരിക്കൽ എനിക്കൊരു തെറ്റ് പറ്റിയതാ, അതിപ്പോ തിരുത്തി, എന്തായാലും എൻ്റെ മോനിപ്പോ ആ വഴിക്ക് പോണില്ല, ഹരിയുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും ഇന്നോടുകൂടി അവസാനിപ്പിക്കണം, ബബിത മോളെ അവിടെ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ മക്കളെ ഞാൻ തിരിച്ചു കൊണ്ടുപോവാണ് എന്ന് ബാലനൻ പറയുന്നുട്ടോ. അപ്പോഴേക്കും രോഹിത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഹരിയുടെ അച്ഛൻ ചോദിക്കുകയാണ്, ശിവൻ ചോദിക്കുന്നുണ്ട്, എടാ സത്യം പറ, നിനക്ക് ഈ സംഭവം ഒന്നും അറിയില്ലായിരുന്നോ? അച്ഛാ, ഈ സംഭവത്തിന് തലേദിവസം രാത്രിയിൽ എന്നെയും കൊണ്ട് അവൻ ബാറിലേക്ക് പോയി, ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചെന്നെ കൊണ്ട് കുടിപ്പിക്കുകയും ഡ്രഗ്സ് കഴിപ്പിക്കുകയൊക്കെ ചെയ്തു. വീട്ടിലെന്നാൽ ആരും കാണില്ലെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ സ്പെയർ കീ ഉണ്ടായിരുന്നു, അതും തുറന്ന് എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു, അവിടെ വെച്ച് ഡ്രഗ്സ് നൽകി. ഞാൻ വേണ്ടെന്ന് 100 പ്രാവശ്യം പറഞ്ഞതാ, പക്ഷെ സമ്മതിച്ചില്ല. പിന്നീടാ ഈ പെങ്ങുരുടെ ഫോട്ടോയൊക്കെ കാണിച്ച് നാളെ റിസോർട്ടിലേക്ക് പോവാണെന്നും എന്നോട് വരാനും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ വരില്ലെന്ന് പറഞ്ഞതാ. കോളേജിലേക്ക് പോകണം, ഈ കേസിനൊന്നും ഞാനില്ലെന്ന് അവിടെ 100 വട്ടം പറഞ്ഞതാ. പോകാൻ നേരം കൂടി അവൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വരില്ലെന്ന് പറഞ്ഞ് ഞാൻ നേരെ കോളേജിലേക്ക് പോയതുമാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കോ, അല്ലാതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ്. എടാ, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ നീ ഞങ്ങളെ വിളിച്ച് അറിയിക്കണ്ടേ? അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഇത് ഹരിയുടെ സ്ഥിരം ഏർപ്പാടാ, ആദ്യമായിട്ടൊന്നും അല്ല, കുറേ പേരും കൊണ്ട് അവന് റിസോർട്ടിലേക്ക് പോകാറുണ്ട്. പിന്നെ എല്ലാത്തിനും ഇത്ര നാള് കൂട്ടുകാരനായിട്ട് ഞാൻ നിന്നു, പക്ഷേ അവനിങ്ങനെ എന്നെ ഒറ്റ കൊടുക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഹരിയും ഞാനോട്ട് യാതൊരു ബന്ധവും ഇല്ല. ബാലെന്നും പറയുന്നുണ്ട്, ഇനിയെങ്കിലും നിനക്ക് ബോധം ഉണ്ടെങ്കിലേ കൊള്ളാം, നിന്റെ വീട്ടിൽ 2 പെമ്പിള്ളേരുണ്ടെന്നേ ഓർത്താ കൊള്ളാം. അവൻ്റെ ഒന്നും വീട്ടിലിനി എൻ്റെ മോളെ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് വരണമെങ്കിൽ വരാം, എന്നിട്ട് ബബിതയും കൂട്ടി മര്യാദയ്ക്ക് പോയി ലഗേജൊക്കെ എടുത്തോണ്ട് വീട്ടിലേക്ക് വരാൻ നോക്ക് എന്നും പറഞ്ഞ് വഴക്കം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. കൃഷ്ണ പറയാണ്, അതെ ഏട്ടാ, ഏട്ടൻ ഇനിയെങ്കിലൊന്ന് മനസ്സിലാക്ക്, ആ ബബിത ചേച്ചിയെ കൂട്ടി ഇങ്ങ് പോരെ, അത് നല്ലത്. ഇല്ല, ഞാൻ വരുന്നില്ല, അലീനയുള്ളത്തോളം കാലം ഞാൻ അങ്ങോട്ടേക്ക് വരില്ല. ഇപ്പോൾ ഹരി എന്തായാലും ജയിലിലായല്ലോ അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ടേക്കേ പോവുള്ളൂ, കൈതയ്ക്കിലേക്ക് ഞാൻ പോവുള്ളൂ, അവിടെയാ എൻ്റെ അമ്മ ഉള്ളത്, ഞാൻ അവിടെ നിന്നോളാം എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് രോഹിത് ശിവന്റെയും രാജീവിൻ്റെയും കൂടെ പോവാണ്.
അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട, അവനെ നിർബന്ധിക്കണ്ട. ഇനിയിപ്പോ കമലയുടെ സ്വഭാവമൊക്കെ ആകെപ്പാടെ മാറും. അവളുടെ മോനാണെങ്കിലോ ജയിലിലല്ലേ, അതറിഞ്ഞുകൊണ്ട്. അതുകൊണ്ട് അവർ തന്നെ ഇവരെ പുറത്താക്കിക്കോളും. അപ്പൊ കരഞ്ഞുകൊണ്ട് രണ്ടുപേരും എൻ്റെ കാല് പിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരികെ വരും. ഇപ്പൊ അവന് സത്യാവസ്ഥയൊക്കെ മനസ്സിലായല്ലോ. അവന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടാവുന്ന എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം, കാത്തിരിക്കാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അലീനേനെയും കൃഷ്ണമ്മളെയും കൂട്ടിക്കണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. രാജീവിന് ശിവന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ രോഹിത് അനുസരിക്കുന്നില്ലല്ലോ. രോഹിത്തിനെയും കമലയും ബബിതയൊക്കെ ആയിട്ട് അവര് കൈതക്കിലേക്കും പോകുന്നുണ്ട്. ചെന്നപാടെ കമലയാണെങ്കിലോ ഭയങ്കര കരച്ചിലാണ്. രോഹിത്തിനോട് ചോദിക്കാണ്, ഒരു വാക്കെങ്കിലും നിനക്ക് ഞങ്ങളോട് പറയാമായിരുന്നല്ലോ. അവന്റെ ഈ സ്വഭാവം ഈ രീതിക്ക് പോയതിന് കാരണക്കാരൻ നീ ഒറ്റ എഴുത്തിലാ. രോഹിത് ചോദിക്കാണ്, അതിന് ഞാൻ എന്ത് ചെയ്ത ആൻറ്റി? ഞാൻ പറഞ്ഞതാ അവനോട് ഒന്നും ചെയ്യരുതെന്ന്. നീയും കൂടെ കൂടിയിട്ട് തന്നെയാ എല്ലാം ചെയ്തത്. അവസാനം എന്നിട്ട് അവനെ മാത്രം എല്ലാം കൂടെ ഒറ്റ കൊടുത്തല്ലേ എന്ന് ചോദിക്കാണ്. അങ്ങനെ കമല അവിടെ ഇരുന്നാണെങ്കിലോ അലറി വിളിച്ച് കരയാണ്. ശിവൻ പറയുന്നുണ്ട്, ഇതാ ഒറ്റ മോനെ മക്കളെ അമ്മ മാത്രം വളർത്തിയുള്ള പ്രശ്നം. ഞാൻ ഇത്രയും കാലം ഗൾഫിലായിരുന്നു. ഈ സമയത്ത് നിനക്കവനെ കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ട് നീ ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ കമലെ എന്ന് ചോദിക്കാണ്. ഞാൻ എങ്ങനെ അറിയാനാ? ഇത്രയും വളർന്ന ചെറുക്കനെ മുറി കയറി എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതോ അവൻ ഇടയ്ക്ക് പോണേന്ന് എനിക്ക് പിറകെ പോയി നോക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. വൈജയും ഇത് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാം കൂടി ഇനിയിപ്പോൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഹരി ഇറക്കണമല്ലോ, അത് ആലോചിക്കുകയാണ്. അപ്പോഴേക്കും സംഭവം എല്ലാം അറിഞ്ഞ് മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മനു പറയാണ്, അങ്ങനെ അവനെ ഇറക്കുന്നത് അത്രയ്ക്ക് നിസ്സാര കാര്യമൊന്നുമല്ല. ആ കേസേ നല്ല സ്ട്രോങ്ങാ. പ്രിൻസിപ്പാൾ വരെ അതിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പത്രത്തിലും ടി വിയിലും എല്ലാം മോന്റെ പടമുണ്ട്, നിങ്ങൾ കണ്ടില്ലേ? മൈനറായ പെൺകുട്ടീനെ പോക്സോ കേസ് പ്രകാരം അവനെ പീഡിപ്പിച്ചു. പോക്സോ കേസ് പ്രകാരം അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് മോന്റെ ഫോട്ടോയൊക്കെ പത്രത്തിലും ടി വിയിലൊക്കെ കണ്ട് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കാണ്. ഇതും കണ്ട് പൊട്ടിക്കാരനാട്ടോ കമല. ഇനിയിപ്പം അമ്മ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. മോനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് എത്ര രൂപ ചോദിച്ചാലും കൊടുത്തേ അങ്ങ് വഷളാക്കി വെച്ചിരിക്കല്ലായിരുന്നോ, അനുഭവിച്ചോ എന്ന് പറയാണ്. അങ്ങനെ മനു ആണെങ്കിലും ദേഷ്യപ്പെട്ട് കമലയോട് ഇങ്ങനെയൊക്കെ പറയാണ്ട്. എന്നിട്ട് അച്ഛനോട് പറയാണ്, ഞാൻ അന്വേഷിച്ചു. എന്തായാലും ഇപ്പൊ അവന് ജാമ്യം കിട്ടുന്ന കാര്യം ആലോചിക്ക് ഓടി വേണ്ട. 6 മാസം എന്തായാലും റിമാൻഡിലായിരിക്കും. അതിനുശേഷമേ ബാക്കി അതിന് കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അല്ലടാ, ആ പെൺകുട്ടിയുടെ വീട്ടുകാര് കേസ് പിൻവലിച്ചാലോ? അതിലൊന്നും ഒരു രക്ഷയില്ല അച്ഛാ. ഇത് പോക്സോ കേസായിട്ട് രജിസ്റ്റർ ചെയ്തതാ. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ സമ്മതിച്ചില്ലെങ്കിൽ പോലും ആ ടെസ്റ്റ് ചെയ്ത ഡോക്ടറിനോ പോലീസുകാർക്കോ അതല്ല പുറത്തുനിന്നുള്ള ആർക്ക് വേണമെങ്കിലും ഇതിനെതിരെ കേസ് കൊടുക്കാം, കുട്ടി മൈനർ ആയതുകൊണ്ട് എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മനുവും ദേഷ്യപ്പെട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും സത്യം എന്താണെന്ന് മനസ്സിലാക്കിയാലേ നിനക്ക് കൊള്ളാം. എന്റെ അനിയനാണ്ട് പറയല്ല, ഹരിയുടെ സ്വഭാവമേ അത്രയ്ക്ക് നല്ലതല്ല. അതൊക്കെ നിനക്കും അറിയാമല്ലോ. ആ കൂട്ടുകൂടി നീ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളതെന്നേ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും. അത് മാത്രല്ല, ഹരിയുടെ ഫോണെ പോലീസുകാര് മേടിച്ചു വെച്ചിരിക്കുക. ഇനി എത്രയൊക്കെ കേസ് അവന്റെ പേരിൽ പൊങ്ങി വരുമെന്ന് കണ്ടറിയാം. അതും കഴിയുമ്പോഴത്തേനെ അറിയാം മോൻ ഇനി മാസമാണോ അതോ വർഷക്കണക്കാണോ ജയിലിൽ കിടക്കാൻ പോണേന് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് മനു അകത്തേക്ക് കയറി പോവാണ്. കമലയാണെങ്കിലോ അവിടെ ഇരുന്ന് വിങ്ങിപ്പൊട്ടി കരഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. അത് ഇപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്തി ആയി പോയല്ലോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യാവേ. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.